السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പരിശുദ്ധ റമളാനു ഷരീഫ് വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന ഈ സന്ദർഭം ഖൽബ് കൊണ്ട് റമളാനിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള മാനസികാവസ്ഥയിൽ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ധാരാളം ഖൈറാത്തുകൾ ചെയ്ത് റമളാൻ നമ്മെ ഇഷ്ടപ്പെടുന്ന, റമളാനിനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നാളെ ആഖിറത്തിൽ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശുദ്ധ റമളാനിൽ അമലുകൾക്കൊക്കെ വലിയ പ്രതിഫലം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും റമളാനിൻ്റെ ഓരോ സമയങ്ങളെയും ശ്രദ്ധിക്കാതെ നമ്മിൽ നിന്നങ്ങനെ കഴിഞ്ഞു പോവുക എന്നുള്ളത് വളരെയേറെ സങ്കടകരമായ ഒരു അവസ്ഥയായി നമ്മൾ കാണേണ്ടതുണ്ട്. റമളാനിൻ്റെ ഒരു സെക്കൻഡ് സമയം നമ്മളിൽ നിന്ന് അത് അനാഥയായി കടന്നു പോകുമ്പോൾ തീർച്ചയായും ആഖിറത്തിൽ വലിയ നഷ്ടമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വളരെ കൃത്യമായി അത് സ്വഹീഹാകുന്ന രൂപത്തിൽ ആത്മാർത്ഥതയോടെ ചെയ്ത് ധാരാളം നന്മകൾ അധികരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖിനെയും അള്ളാഹു നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരട്ടെ. ഇൻഷാ അള്ളാഹ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന, നാളെ ആഖിറത്തിൽ വിചാരണ കിടക്കുന്ന അമലുകളിൽ ഏറ്റവും ആദ്യമായി ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ അത് നിസ്കാരമാണ് എന്നത് നമ്മളൊക്കെ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നാം പഠിച്ചവരാണ്. പക്ഷേ പലപ്പോഴും ഓർമ്മയിലില്ലാത്തത് കൊണ്ട് നിസ്കാരം തന്നെ അത് സ്വഹീഹാകാതെ പോകുന്നു എന്നത് സങ്കടകരമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമളാനിൽ നമ്മുടെ സമയങ്ങളിൽ ഇൽമിന് വേണ്ടി, മസ്അലകൾക്ക് വേണ്ടി, നമ്മുടെ കർമ്മങ്ങൾ സ്വഹീഹായി കിട്ടുന്നതിന് വേണ്ടി നിയ്യത്ത് വെച്ച് നിയ്യത്തുകൾ നന്നാക്കി ശ്രദ്ധയോടെ കേൾക്കുകയും വെറും കേട്ട് തള്ളാതെ അതേ സമയത്ത് അത് ജീവിതത്തിൽ എനിക്ക് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് കിട്ടണം എന്ന മനസ്സോടുകൂടി ഇത് ഏറ്റെടുത്താൽ ഞാനും നിങ്ങളൊക്കെ വിജയിച്ചു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ആ നിലക്ക് കുറഞ്ഞ കാര്യങ്ങളിലൂടെ, കുറഞ്ഞ സമയങ്ങളിലൂടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങൾ, മസലകൾ നമുക്ക് പഠിക്കണം. ആദ്യമായി നിസ്കാരം ചർച്ച തുടങ്ങുമ്പോൾ അതിൻ്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഓരോരോ കർമ്മങ്ങളിലൂടെ, മസലകളിലൂടെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ തിരിച്ചു വരാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഈ പരിശുദ്ധ ശഅബാനു ഷരീഫിൻ്റെ പുണ്യം കൊണ്ട്, ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ട ഖബറാളികൾക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.